കൊന്നിച്ചോ മീനസാൻ ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യൻ സീസൺ 6 എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എനിക്കറിയാം ബിഗിനിങ് ഓഫ് ദി ഇന്ത്യ ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി, പക്ഷേ കുഴപ്പമില്ല. ഇനി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ചധികം ചാപ്റ്റേഴ്സ് റിലീസായിട്ടുണ്ട്, പക്ഷേ ബോറടിക്കാതിരിക്കാൻ വേണ്ടി, എനിക്കും ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും വെച്ച് ഒരു ചാപ്റ്റേഴ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി പെട്ടെന്ന് തന്നെ കോട്ടപ്പായേക്കാം. സോ ഇത്ര നല്ല വീഡിയോ ഇടാതിരുന്നതിൽ നിങ്ങൾ എല്ലാവരോടും എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദ ബിഗിനിങ് ഓഫ് ദി ഇന്ത്യ ഇതിനു മുമ്പ് എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രമേ നമ്മുടെ ഈ ഒരു കറണ്ട് എപ്പിസോഡ് കാണാൻ പാടുള്ളൂ. എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മുടെ ആർത്തർ അവൻ്റെ അച്ഛനമ്മയായിട്ട് വഴക്കിട്ടിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആർത്തറായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അത് ഏകദേശം ആ വാളിന്റെ പറ്റിയായിരുന്നു. അവൻ വാളും കണ്ടുകൊണ്ടാണ് അവിടെ ഇരുന്നത്. പെട്ടെന്നാണ് അവിടേക്ക് ഒരു കൈ വന്നത്. അവനൊന്ന് ഞെട്ടിപ്പോയി. പറക്കാൻ പറ്റാത്തവരെ കുറിച്ച് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ ഇന്നലത്തെ രാത്രി ആ വഴക്കിന് ശേഷം നീ ഇവിടേക്കാണല്ലേ വന്നത്? എല്ലാവരും നിന്നെ എവിടെയൊക്കെ തിരഞ്ഞെന്നറിയാവോ? ആ ഇന്ന ഓണർ തിരിച്ചു വന്നിട്ട് എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാക്കിയത്? ഓ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അതിനെപ്പറ്റി കുഴപ്പമില്ല, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, നീ ഇങ്ങനെ എന്നെ കണ്ടുപിടിച്ച്? നിന്റെ മെന്ററിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവാണോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അല്ല, നീ വാളിലേക്ക് എപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. അല്ല, എൻ്റെ അച്ഛനെങ്ങനെ നീ? ഞാൻ കണ്ടിരുന്നു, മീറ്റിംഗിൽ അദ്ദേഹത്തിനായിട്ട് കണ്ടിരുന്നു. അല്ല, നീ കണ്ടില്ലേ? എത്ര തവണ ഇവിടെ വന്നു പോയി, പക്ഷെ ഒരു തവണ പോലും കടയിൽ വെച്ച് എന്താണ് പറ്റിയതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നിന്റെ അച്ഛനമ്മക്ക് നിന്നെ എലീനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. നിന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ശല്യമാണ്. ആരെങ്കിലും കാണുന്നിടത്ത് അപ്പം തന്നെ പോയി പറയും എൻ്റെ മകൻ ലാൻസ് ആണ്, അതാണ് ഇതാണെന്ന്. സത്യം പറഞ്ഞത് അനുഭവിക്കുകയാണെന്നറിയാവോ? ഞാൻ അതിനെപ്പറ്റിയൊന്നും നോക്കാറൊന്നുമില്ല. ഉള്ളത് പറയുകയാണെങ്കിൽ റേയ്ക്കും ആലിസിനും നല്ലൊരു കുറ്റബോധമുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാരണമാണ് ആടെ മരിച്ചെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ നന്നായിട്ട് തന്നെയുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് അമ്മക്കുണ്ടായ ഇൻസിഡന്റ് അറിയാലോ. സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവൾ കംപ്ലീറ്റ്ലി ട്രോമറ്റൈസ് ആയിരുന്നു. പിന്നെ അവൾക്ക് പ്രോപ്പർലി അവരുടെ മാനൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ കൊണ്ടാണ് യുദ്ധത്തിൽ പോകണ്ടെന്ന് ഞാൻ പറയുന്നത്. അവർ വീണ്ടും വീണ്ടും പക്ഷേ യുദ്ധത്തിലേക്കല്ലേ ഇറങ്ങി ചെല്ലുന്നത്. എന്തുമാത്രം അപകടമാണെന്ന് നിനക്കറിയാലോ. അതുമാത്രമല്ല എടാ, അവർ ചെയ്യുന്നതെല്ലാം നിനക്കും എലിക്കും വേണ്ടി മാത്രമല്ല, അവർക്ക് കൂടെ വേണ്ടിയാണ്. അവർ പാസിൽ ചെയ്ത മിസ്റ്റേക്കുകൾ തിരുത്താനായിട്ടാണ് നോക്കുന്നത്. നിനക്കും നിന്റെ അനിയത്തിക്കും നല്ലൊരു പാരൻസ് ആകാനായിട്ട് നോക്കുന്നത്. എനിക്കെല്ലാം തന്നെ അറിയാം, ഞാൻ സെൽഫിഷ് ആണെന്നും അറിയാം. പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്ക് സമയം വേണം, ഒന്ന് അഡ്ജസ്റ്റ് ആയി വരണ്ടേ? എടാ, വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഫാമിലിയും എൻ്റെ പോലെ ആകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും അതെല്ലാം റെഡിയാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ തന്നെ ഇവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. എൻ്റെ അച്ഛൻ്റെ ഈഗോയും പ്രൈഡുമായിട്ട് അതിനോട്ട് സമ്മതിച്ചതുമില്ല. അങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക്. ജാസ്മിൻ, റിയലി താങ്ക്സ്. പിന്നെ അല്ലാതെ ഇത്ര നേരം ഞാൻ വായിട്ടളിച്ചത് പിന്നെ ചുമ്മാതാണോ? അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. പല പല കഥകളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ചിലതൊക്കെ ഫണ്ണി ആയിരുന്നു, ചിലതൊക്കെ കുറച്ച് സീരിയസും ഹെവിനെസ്സും ആയിരുന്നു. ഞാൻ ആശ്വാസം ട്രെയിൻ ചെയ്ത കാര്യവും വിട്രയിലെ കാര്യവും പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങളും സിൽവിയുടെ ഹ്യൂമൻ ഫോമും എല്ലാത്തിനെ പറ്റി അവളോട് പറഞ്ഞു. ടിനി ഹോൺസിന്റെ എക്സ്പ്ലോറേഷനെ പറ്റി അവളും എന്നോട് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചത് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. രാത്രിയായിരുന്നു. ഞാൻ എങ്ങനെ നിന്നോട് നന്ദി പറയണ്ട? അതൊന്നും കുഴപ്പമില്ല. നമ്മോട്ട് ആർത്തൻ്റെ തലയിൽ അവൾ പിടിച്ചിട്ട് നേരെ അവൾ ചാടി അവിടുന്ന് പോവുകയും ചെയ്യും. ആർത്തർ കുറച്ചുകൂടെ നേരം അവിടെ ഒറ്റക്കിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്യാസിലാണ്. അവിടെയായിട്ട് ഒരു ഷെഫ് ശ്രദ്ധിക്കും. നമ്മുടെ സിൽവിയാട്ടെ അവിടെ ഉണ്ടാ സ്വീറ്റ്സും നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അല്ല, ആർത്തർ എങ്ങനെയാണ് അവൻ്റെ മാനേയും കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ നടക്കുന്നത്? ഇന്ന് മെയിനായിട്ട് പരിപാടിയാണ്. അതും പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ട് നടക്കുന്ന സിൽവിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ റെഡിയല്ലേ? അല്ല, ഞാൻ റെഡിയല്ല. അല്ല, ഞാൻ റെഡിയാണോ? ഇതെല്ലാം കേട്ടുകൊണ്ട് അവൾ നേരെ ഒളിഞ്ഞു നോക്കും. എന്നിട്ട് ചോദിക്കും ചെയ്യും, എലി നീ എന്ത് ചെയ്യുക? അയ്യോ, അതൊന്നുമില്ല. എങ്കിരു കാര്യം ചെയ്യും, താഴത്തേക്ക് പോകാം, ആർത്തർ എത്താറായിട്ടുണ്ട്. അങ്ങനെ അവർ താഴത്തേക്ക് പോയി. ആർത്തറാട്ടെ വരികയും ചെയ്തു. മഴയായതുകൊണ്ട് അവൻ നനഞ്ഞു കുളിച്ചാണ് നിൽക്കുന്നത്. ദേ നനഞ്ഞു നിൽക്കുകയാണ്, എന്നെ കെട്ടിപ്പിടിക്കാനൊന്നും വന്നേക്കല്. പിന്നെ നിന്നല്ലാതെ ആരെ കെട്ടിപ്പിടിക്കാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർത്തർ എലീനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഈ സമയത്ത് സിൽവി ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫിറോഷ്യസ് അല്ല ഡ്രാഗൻ ഒരു കൊച്ചു കുട്ടിയായി മാറിയിരിക്കുന്നു. അല്ല ആർത്തർ, എന്തെങ്കിലും പറ്റിയൊന്ന് മനസ്സിൽ ചോദിക്കുകയും ചെയ്യും. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നിട്ട് അവന്റെ വിൻ മാജിക് യൂസ് ചെയ്ത് അവനെയും എലീനെയും അവൻ നന്നായിട്ട് ഉണക്കുന്നുണ്ട്. ചേട്ടനില്ലെന്ന സമയത്ത് ഞാൻ ലൈറ്റ് റെഡ് സ്റ്റേജിലേക്ക് എത്തി. അത് മാത്രമല്ല, ബൂവായിട്ട് എല്ലാ ദിവസവും ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്റെ പ്രായത്തിലുള്ള എല്ലാ കോൺസെൻട്രേഷനെക്കാട്ടും ഞാൻ 2 പടി മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ യുദ്ധത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കയറാനായിട്ട് സാധിക്കും. അവൾ വീണ്ടും വീണ്ടും ഈ ആർമിയിൽ കയറാനുള്ള ആ ഒരു മോട്ടിവേഷനിലാണല്ലോ. അച്ഛനമ്മയും എന്ത് പറയുവാവോ? സത്യം പറഞ്ഞാൽ അവർ പോയപ്പോൾ എനിക്ക് അവരോട്ട് സംസാരിക്കാൻ പറ്റിയില്ല. എലീനെ പറ്റിയെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു. പിന്നെ പ്രിൻസസ് കാതലിന് പുള്ളിക്കാരി എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പുള്ളിക്കാരി മാനമാനിപ്പുലേഷൻ യൂസ് ചെയ്തില്ല, പക്ഷെ എങ്കിലും നന്നായിട്ട് യൂസ് ചെയ്യും. അല്ല, എനിക്ക് നിന്നെ മാജിക് ഒക്കെ പഠിപ്പിക്കാൻ പറ്റും കേട്ടാ. ഞാനും സൈറസ് അക്കാഡമിയിലെ ഒരു പ്രൊഫസറായിരുന്നു. എന്ത് സെമസ്റ്റർ ആയിട്ടാ?
നല്ലൊരു ഓഫറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ചേട്ടനുമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കത്തില്ല. അതെന്താണ്? നമ്മൾ 4 വർഷത്തോളം പിരിഞ്ഞിരുന്നവരാണ്. അതിലുപരി നമ്മൾ സെയിം ബ്ലഡുമാണ്. പക്ഷേ ചേട്ടൻ എന്നെ പോലെയല്ല. ചേട്ടൻ ഓൾറെഡി ഒരു വൈറ്റ് കോറിലാണ്. ഒരു കോർഡർ എലമെന്റൽ മേജാണ്. അത് മാത്രമല്ല ഒരു ലാൻസും കൂടിയാണ്. ചേട്ടനുമായിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചേട്ടനോട് കമ്പയർ ചെയ്യാനായിട്ട് നോക്കും. അതൊട്ടും എനിക്ക് നല്ലതായിരിക്കത്തില്ല. എടി, നീ ആ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. നിന്റെ ചേട്ടൻ്റെ ടാലന്റ് ആശ്വാസിന്റെ ഇടയിൽ വരെ ഒരു അനോമലായിട്ടാണ് കണക്കാക്കുന്നത്. നിന്റെ ചേട്ടൻ ശരിക്കും ഒരു ഫ്രീക്കാണ്. എന്ത് ഫ്രീക്കോ? അത് കുറച്ച് അത് പറഞ്ഞാൽ ശരി തന്നെയാണ്. ചേട്ടൻ ശരിക്കും ഒരു ഫ്രീക്കാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് എലിയും ബൂവും കൂടെ അവിടുന്ന് പോകും. പിന്നെ കാണിക്കുന്നത് അവരതിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്. ആ സമയത്താണ് അവൻ പറയുന്നത്, അല്ലല്ലേ നമ്മുടെ കുട്ടി ലാൻസ് ഇവിടേക്ക് എത്തിയല്ലോ. അപ്പോൾ താങ്കളും ഉണ്ടായിരുന്നോ? പിന്നല്ലാതെ, എന്തായാലും ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിരിക്കാന്ന് ഓർത്ത്. കൗൺസിൽമാൻ, ഞാൻ ഇവിടേക്ക് എത്തി. ആർത്തർ, വരൂ, വന്നിരിക്കൂ. താങ്കൾ വന്നത് കൃത്യസമയത്ത് തന്നെയാണ്. നമ്മൾ ഭാവി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതല്ലായിരുന്നു. ഡിസ്കസ് ചെയ്യാനോ? അപ്പോൾ നീ എന്താണ് വിചാരിച്ചത്? നിന്നെ ഒഴിച്ചിട്ട് മീറ്റിംഗ് തുടങ്ങുമെന്നോ? അപ്പോൾ വെറുതെ അല്ലായിരുന്നല്ലേ? അപ്പോൾ ജനറൽ ആർത്തർ, താങ്കൾ പറഞ്ഞ റിപ്പോർട്ട് വെച്ചുകൊണ്ട് 2 സ്ഥലത്താണ് എലിനോറിൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ശരിയല്ലേ? അതെ, അത്ര മാത്രമേ എനിക്കും പറയാനുള്ളൂ. അതിൽ കൂടുതൽ ഇൻഫർമേഷനും എനിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രൂപ്സിനൊക്കെ ഇവിടെ തന്നെ നിർത്തിയിട്ട് ആവശ്യമുള്ള കുറച്ച് പേരെ മാത്രം നമുക്ക് അവിടേക്ക് അയച്ചാൽ പോരെ? ആവശ്യമുള്ള കുറച്ച് പേരെ മാത്രമോ? അതെന്താണ്? താങ്കൾ ഞങ്ങളുടെ ടെറിട്ടറി തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഗുണമില്ലെന്നാണ് വിചാരിക്കുന്നത്? കൗൺസിൽ വുമൺ മേരിയൽ, നിന്റെ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ സ്ഥലത്തിനെ ഉപേക്ഷിച്ച് നമുക്കിവിടെ ഡേഞ്ചറസ് സിറ്റുവേഷൻ കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അതിന് ഞങ്ങളുടെ സ്ഥലം ഡിഫെൻഡ് ചെയ്യണ്ട എന്നാരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? സാപ്പിയനിൽ എത്രത്തോളം പേരാണ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്ഥലത്ത് അതങ്ങനെയല്ല. ബോർഡേഴ്സ് വരെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഫോറസ്റ്റ് തന്നെ ഒരു ഡിഫൻസ് സിസ്റ്റം അല്ലേ? അത് ലോങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അത് മാത്രമല്ല, എനിക്ക് ഉറപ്പാണ് ഇന്നലെ നടന്ന അറ്റാക്ക് കൗണ്ടർ ചെയ്തില്ലായിരുന്നെങ്കിലും അവർക്ക് എന്തായാലും ആ ഫോറസ്റ്റിൽ വെച്ചുകൊണ്ട് വഴിതെറ്റി നശിച്ചു പോയെന്നും. ആലക്രീന്റെ ബീസിനൊന്നും അതിനകത്തൂടെ നാവിഗേറ്റ് ചെയ്തിട്ടുണ്ട്. എലിനോറിന്റെ സിറ്റിയിലേസ് ഒന്നും എത്താൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഫോറസ്റ്റും ഞങ്ങളുടെ എലിനോറിന്റെ സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ കീറുന്നുണ്ട് ഞാൻ കുഴപ്പമില്ലെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് പോയ കുഴപ്പമില്ല, സാപ്പിയനിൽ പോയാണ് പ്രശ്നം എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതെന്ത് വർത്തമാനമാണ് നീ ഇപ്പോൾ പറഞ്ഞത്? സാപ്പിയനിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര പേരായിരിക്കും ഇവിടെ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് നിനക്കറിയാവോ? അത് മാത്രമല്ല, ആലക്രിന്റെ ആർമീസ് ഇവിടേക്കാണ് നേരിട്ട് വരാനായിട്ട് നോക്കുന്നത്. കാര്യം സാപ്പിയൻ ഇവിടുത്തെ ഹൃദയം പോലെയാണ്. താങ്കൾ സൂക്ഷിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. താങ്കൾ പറയുന്നതല്ല, എൽസാരും തന്നെ താങ്കളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതല്ലെന്ന് താങ്കൾക്കറിയാലോ. മേറിയൽ, താങ്കൾ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞില്ലേ എൽഷീർ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ. എങ്കിൽ പിന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരെന്തേ? നിങ്ങളുടെ എൽസ് ഒന്നും ഇപ്പൊ ബാറ്റിൽ ഫീൽഡിൽ കാണാൻ പോലും ഇല്ലല്ലോ. അവരെല്ലാവരും തന്നെ പ്രത്യേക റിക്വസ്റ്റ് കാരണം തിരിച്ചു പോയിരിക്കുവാണ്. അവരുടെ ഹോം കിങ്ഡം അവർക്ക് ഡിഫെൻഡ് ചെയ്യണ്ടേ? അതുകള നിങ്ങളുടെ സോൾജേഴ്സിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കാമല്ലേ? അതെന്താ മറന്നുപോയോ? ഈ കൗൺസിലിൽ ഫോം ചെയ്തിരിക്കുന്നത് എല്ലാ കൂട്ടരും ഒരേപോലെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്റെ എന്റെ എന്നൊന്നുമില്ല. എന്നിട്ട് എന്തർത്ഥത്തിലാണ് നിങ്ങൾ തിരിച്ചു വിളിക്കുന്നത്? തിരിച്ചു വിളിക്കുന്നോ? നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ആളെ വിടാത്തെത്തുന്ന കാലം ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പം ഞങ്ങൾക്ക് മാത്രമേ ഞങ്ങളുടെ കിങ്ഡത്തെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തിരിച്ചു വിളിച്ചത്. ഇതെല്ലാം കേൾക്കാൻ നിർത്ത്. അവന് ദേഷ്യം എന്നിട്ട് പറയും ചെയ്യും. നിർത്തുന്നുണ്ടോ? 2 പേര് സംസാരിക്കുന്നേ ഞാൻ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ പറയും. നിങ്ങളുടെ പിള്ളേരെ പോലെ കിടന്ന് വഴക്കിടിയല്ല ചെയ്യേണ്ടത്. സ്ഥിരമായിട്ട് വരുന്ന അറ്റാക്സ് എല്ലാം വെച്ചുകൊണ്ട് അവർ സാപ്പിലേക്ക് കിടന്ന് കയറാനാണ് നോക്കുന്നത്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എലിനിയോറും വിട്ടുകളയാൻ പറ്റത്തില്ല. അവരെന്തായാലും നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് നമ്മുടെ എനിമീസ് ചിന്തിക്കുന്ന എന്ന രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഡിഫൻസ് ഇവിടെ തന്നെ കൊല്ലിട്ട് നിൽക്കും. പക്ഷേ എലിനോറിലേക്ക് ട്രയൽ ബ്ലേസേഴ്സിനെ യൂണിറ്റിനെ നമ്മൾ അവിടെ കേൾക്കുന്നതായിരിക്കും. സതേൺ ബോർഡർ കീപ്പ് ചെയ്യാനായിട്ട്. ആൾഡിയൻ, ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ കെട്ട് നിന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഫോറസ്റ്റ് എന്തുമാത്രം ഭയാനകമാണെന്ന്. ആ ഒരു ലാർജ് മേസ് ആർക്കും തന്നെ കീഴടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയാൽ മതിയായിരുന്നു കൊണ്ട് അവനായിട്ട് ആകെപ്പെട്ട് മൂഡൌട്ടായിട്ടിരിക്കുവാണ്. എന്നാൽ ഇതേ സമയം തന്നെ അവൻ മനസ്സിൽ പറയും ചെയ്യും, എലിനോർ സേഫ് ആയിരിക്കുമല്ലേ? പക്ഷേ ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് എലിനോറിന്റെ കാടിന്റെ ഉള്ളിലായിട്ട് കുറച്ചധികം ആലക്രിന്റെ മേജസ് ഉണ്ടായിരുന്നു. അവരെന്തൊക്കെ ചെയ്യുകയായിരുന്നു. സിർസി, നീ ഒന്ന് പെട്ടെന്ന് ചെയ്യ്, എനിക്കധികം സമയമില്ല. ഞാൻ വലിയ രീതിയിലാണ് ബാരിയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഇത്ര നേരം പിടിച്ചു നിൽക്കാൻ. ആ സമയത്ത് കൈയെടുത്തിട്ട് അവൾ പറയും ചെയ്യും, പേടിക്കേണ്ട, കാര്യം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.